ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു ഹെൽത്ത് ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ വേനൽക്കാലത്ത് കഴിക്കാവുന്ന വളരെ ഹെൽത്തിയും ഗുണങ്ങളേറെയും അടങ്ങിയ സ്വാദിഷ്ടമായ ഒരു ഡ്രിങ്കാണിത്. വീട്ടിലുള്ള ചേരുവകൾ തന്നെ ഉപയോഗിച്ച് നമുക്കിത് ഈസിയായി തയ്യാറാക്കിയെടുക്കാം. മറ്റൊരു പ്രത്യേകത, മധുരത്തിനായി ഷുഗർ ആഡ് ചെയ്യുന്നില്ല. എന്നാലും നല്ല മധുരമുള്ള ഡ്രിങ്കാണിത്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ 1/2 ലിറ്റർ പാലാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. നന്നായി തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത പാലാണിത്. നന്നായി പഴുത്ത നല്ല മധുരമുള്ള ഞാലിപ്പൂവൻ പഴം 4 എണ്ണം എടുത്തിട്ടുണ്ട്. 13 നട്ട്സ്, 13 ഈന്തപ്പഴം, 1 കപ്പ് അവലും എടുത്തു. ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. നല്ല മധുരമുള്ള ഈന്തപ്പഴമാണെങ്കിൽ 8ഓ 10ഓ എടുത്താൽ മതിയാവും. ഈ ഈന്തപ്പഴത്തിന് മധുരം കുറവായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എടുത്തത്. പാല് നന്നായി തണുക്കാൻ വേണ്ടി കുറച്ച് നേരം ഫ്രീസറിൽ വയ്ക്കാം. ഇനി ഡേറ്റ്സിൻ്റെ കുരു കളഞ്ഞ് ഒരു ചെറിയ ജാറിലിട്ട് നമ്മൾ എടുത്ത പാലിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഇതുപോലെ അരച്ചെടുക്കാം. ഇതുപോലെ തന്നെ നന്നായി അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അരച്ചെടുത്ത ഡേറ്റ്സ് മിശ്രിതം ഫ്രീസറിൽ നിന്നെടുത്ത തണുത്ത പാലിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ഈന്തപ്പഴം അരച്ച് ചേർത്തത് പാലിൽ നന്നായി മിക്സ് ആയിട്ടുണ്ട്. പാലിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഫ്രീസറിൽ വെച്ച് പാല് നന്നായി തണുപ്പിച്ചെടുക്കാം. ഈ സമയം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. പാൻ നന്നായി ചൂടാവുമ്പോൾ ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം അതിലേക്ക് അവലിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ അവൽ ഇതുപോലെ ഇളക്കി കൊടുത്ത് നന്നായി ചൂടാക്കിയെടുക്കാം. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. വെള്ള അവലിനേക്കാൾ ഗുണങ്ങളേറെയുള്ള മട്ട അവലാണ് ഏറ്റവും നല്ലത്. അവൽ ചൂടായി ഒന്ന് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അവലിപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. കൈകൊണ്ടെടുത്തൊന്ന് പ്രസ് ചെയ്യുമ്പോൾ പൊടിഞ്ഞു വരുന്നതാണ് അതിൻ്റെ പരുവം. ഇനി അവൽ ഒരു ഭാഗത്തേക്ക് ഒതുക്കി വെച്ചിട്ട് ആ ഭാഗത്ത് നേരത്തെ എടുത്ത നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചൂടാക്കി എടുക്കുക. നെയ്യ് ചേർത്ത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. കുറച്ച് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചൂടാക്കിയെടുത്തത്. ഇപ്പോൾ അവലും നട്ട്സും നന്നായി ചൂടായി ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത പഴം തൊലി കളഞ്ഞ് ഒരു ബൗളിലേക്കിട്ട് ഒരു ഫോർക്ക് കൊണ്ട് ഇതുപോലെ മാഷ് ചെയ്തെടുക്കാം. നന്നായി തന്നെ ഉടച്ചെടുക്കുക. മിക്സിയിൽ അരച്ചെടുക്കുന്നതിനേക്കാൾ ഫോർക്ക് കൊണ്ട് ഇതുപോലെ മാഷ് ചെയ്തെടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇപ്പോൾ ഏകദേശം നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച പാല് നന്നായി തണുത്തിട്ടുണ്ടാവും. ഇപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. തണുത്ത പാല് ഉടച്ചെടുത്ത പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. 3-4 മിനിറ്റ് ഇതുപോലെ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പാലും പഴവും നന്നായി മിക്സായിട്ടുണ്ട്. നമ്മുടെ ഹെൽത്ത് ഡ്രിങ്ക് റെഡിയായി. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത അവലും നട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ സ്വാദിഷ്ടമായ നമ്മുടെ ഹെൽത്ത് ഡ്രിങ്ക് റെഡിയായിട്ടുണ്ട്. ചെറിയ പിങ്ക് കളറുള്ള വളരെ ഹെൽത്തിയായ നമ്മുടെ ഹെൽത്ത് ഡ്രിങ്ക് സർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഡ്രിങ്ക് ഒഴിക്കുക. അതിന് മുകളിലായി വറുത്തെടുത്തതിൽ നിന്നും മാറ്റി വെച്ചിരുന്ന കുറച്ച് അവലിട്ട് കൊടുക്കാം. ഇനി ഗ്ലാസ്സിൽ നിറയെ ഒഴിച്ചതിന് ശേഷം കുറച്ച് അവലും നട്ട്സും അതിന് മുകളിലായി ഇട്ട് കൊടുക്കാം. ഷുഗർ ചേർക്കാത്ത പോഷകസമ്പുഷ്ടമായ ഈ ഡ്രിങ്ക് ഈ വേനൽക്കാലത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് എന്നിവ ചെയ്യണേ. ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുതേ. നാളെ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.